മധുരം ഉണ്ടാക്കി നോക്കിയാലോ? 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും പിന്നെ 1 കപ്പ് മൈദയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കൊഴിച്ചു വെച്ചതാണിത്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൂവടന്റെ അച്ചില് നന്നായിട്ട് ഓയിൽ താട്ടി കൊടുക്കാം. പരത്തി വെച്ച പത്തിരില്ലേ അത് ഈ അച്ചിലേക്ക് ഇതുപോലെ വെച്ചെടുക്കാം. അതിനു മുന്നേ നമ്മൾ ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് കണ്ടുനോക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ അതുപോലെ ശർക്കരയും ചൂടായ പൊടിയിലേക്ക് മിൽമാഗി ഒഴിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, ഏലക്കായ, മുന്തിരി ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ നമ്മളെ ശർക്കരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്താണ് കൊടുക്കുക. നമ്മൾ മിക്സ് ഈ പൂവട അച്ചിലേക്ക് ഇതുപോലെ ഇട്ടെടുക്കാം. ഇനി ബാക്കിയുള്ളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ വെച്ചെടുക്കാം. ചൂടായ ഓയിലേക്ക് നമ്മളെ പൂവട ഓരോന്നോരോന്നാണ് ഇട്ടെടുക്കുക. പരിപാടി കഴിഞ്ഞിട്ടോ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പൂവടയിൽ കാണുന്ന ബ്ലാക്ക് കളർ നമ്മളെ ശർക്കര ഉരുകി ഒട്ടിയതാണ് കേട്ടോ.